പ്രിയപ്പെട്ട പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ് തുല്യതയിലെ 1ാമത്തെ യൂണിറ്റിലെ 4ാം അധ്യായമായിട്ടുള്ള അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന ലേഖനം നോക്കാം. ഗാന്ധിജിയുടെ ഭാഷാനയം അവതരിപ്പിക്കുന്ന ലേഖനമാണിത്. ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താൽപ്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. മാതൃഭാഷയിലൂടെ അല്ലാതെ അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണവുമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം, സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാകാത്ത വിധം ഭാരമാവും അത്. അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കുന്നു. അപ്പോൾ വിദേശ ഭാഷകൾ കുട്ടികളെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നതാണെന്നും കുട്ടികളുടെ ഞരമ്പുകൾക്ക് അത് താങ്ങാനാവാത്തതുമാണെന്നാണ് ആദ്യമായി അദ്ദേഹം പറയുന്നത്. സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റാത്തവരാക്കിയത് മാറ്റും. തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കും. കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും. നാട്ടുഭാഷയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് വിദേശ ഭാഷകൾ പഠിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയാം. നമുക്ക് ഒന്നും കൂടി അത് നോക്കാം. വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. വിദേശ ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിദേശ ഭാഷ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടുഭാഷകളുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും. ഇവിടെ മാതൃഭാഷ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മലയാളത്തെ അല്ല, ഓരോരുത്തരുടെയും നാട്ടിലെ ഭാഷയാണ് അവരുടെ മാതൃഭാഷ. അപ്പം വിദേശ ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലെ അക്കാലത്തെ നാട്ടുഭാഷകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു. ജന്മാവകാശത്തെയും അത് അപഹരിക്കുന്നുണ്ട്. വളർച്ച മുട്ടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അവരെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നു. അതിനാൽ ഗാന്ധിജി പറയുകയാണ്, വിദേശ ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികളെയാണ് അപഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം ഒരു ദേശീയ ദുരന്തമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കുന്നു. അവരുടെ സ്ഥിരാശക്തികളെ വളരെ കഠിനമായി ആയാസപ്പെടുത്തുന്നു. നമ്മളെ വെറും അനുകർത്താക്കളാക്കി മാറ്റും. ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത് അവരെ നമ്മൾ വെറും ഒരു അനുകർത്താവാക്കി മാത്രം മാറ്റും. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് പറയുകയാണ്, റാംമോഹൻ റായിയും അതുപോലെ തന്നെ ലോകമാന്യ തിലകുമൊക്കെ നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നുവെങ്കിൽ ഇന്നറിയുന്നതിനേക്കാൾ വലിയ മഹാന്മാരായി തീരേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ചൈതന്യ, കബീർ, നാനാക്ക്, ഗുരു ഗോവിന്ദ സിംഗ്, ശിവജി, പ്രതാപസിംഹ് ഇവരൊക്കെ അവരെക്കാൾ ഒരു പടി മുന്നിലാണ് എന്ന വിശ്വാസമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അവരെല്ലാം നാട്ടുഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഗാന്ധിജി അവരെയെല്ലാം അടയാളപ്പെടുത്തുന്നത്. സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമില്ല. അത് നാട്ടുഭാഷയിലൂടെയും മാതൃഭാഷയിലൂടെയും എല്ലാം കഴിയുന്നതാണ്. സ്വതന്ത്രമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനുള്ള കഴിവിനും ഇംഗ്ലീഷ് ഭാഷ തന്നെ വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ഗാന്ധിജി ഈ ലേഖനം എഴുതുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യക്ക് 50 കൊല്ലം മുമ്പ് ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഒരു ഒറ്റ ആശയവിനിമയോപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇന്ത്യ 50 കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ്. അതായത് ആ എഴുതുന്ന കാലഘട്ടത്തിൽ വെച്ചിട്ട് പറയുകയാണ്, ഇന്ത്യ ഇന്ന് 50 കൊല്ലം മുമ്പത്തേക്കാൾ ദരിദ്രമാണ്. സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി ഇന്ത്യക്ക് കുറഞ്ഞു. ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ്. ഇത് ഭരണരീതിയുടെ കുറവ് കൊണ്ടല്ല,
വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണം. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥകൾക്കെല്ലാം കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ത്യയെ 50 കൊല്ലം പുറകിലോട്ട് കടത്തി വിട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് വിരോധിയാണെന്നൊരു തോന്നൽ നമ്മിലുണ്ടാകാം. എന്നാൽ ഗാന്ധിജിക്ക് ഇംഗ്ലീഷിനോട് മതിയായ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. അത് ഹരിജനിലെ പങ്ക്തികൾ നമ്മളെ വിളിച്ചറിയിക്കും. ഹരിജനിലെ ഇംഗ്ലീഷ് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. ഇംഗ്ലീഷിനോട് അദ്ദേഹത്തിന് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്. വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നാട്ടുഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് വേണ്ടത്. അത് ഇംഗ്ലീഷിൽ എഴുതുക അല്ല വേണ്ടത് എന്ന് അദ്ദേഹം കൂടി പറയുന്നു. അദ്ദേഹം ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ എഴുതണം. അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്. പിന്നെ വിദേശ ഭാഷാ കൃതികൾ ഇന്ത്യയിലെ എല്ലാ നാട്ടുഭാഷകളിലേക്കും പരിഭാഷകൾ ഉണ്ടാവണം. നമ്മുടെ ഭാഷയിലും ലോകത്തിലെ ഇതര ഭാഷകളിലെ അനർഘ നിധികൾ ഉണ്ടാകണം. ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഈ വിവർത്തനങ്ങൾ മതിയാകും. ഇപ്പം ഷേക്സ്പിയറോ മിൽട്ടനോ ഇവരൊക്കെ ചിന്തിച്ചതും എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കും കിട്ടണം. അതിന് ഈ വിവർത്തനങ്ങൾ മതിയാകും. നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ വിദേശ കൃതികൾ നാട്ടുഭാഷയിലേക്ക് വിവർത്തനം ചെയ്യിപ്പിക്കണം. അദ്ദേഹം നല്ലൊരു കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ ഭാഷകളിലേക്ക് വിദേശ ഭാഷകളിലെ കൃതികൾ തർജ്ജമ ചെയ്യിപ്പിക്കണം. അതിനെ ഒരു തൊഴിലാക്കി നമുക്ക് മാറ്റാനും സാധിക്കും. ഗാന്ധിജിയുടെ മറ്റൊരു ആശയമായിരുന്നല്ലോ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അപ്പോൾ ഈ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ വിദേശ ഭാഷാ കൃതികൾ നാട്ടുഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പൈസ കിട്ടും. അപ്പോൾ ഒരു തൊഴിൽ കൂടിയായിട്ടത് മാറുന്നതാണ്. ഇന്ന് പലർക്കും ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. കത്തുകൾ പോലും ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ കുറിച്ചാണ് പറയുന്നത്. ഇന്നിപ്പോൾ അത് എല്ലായിടത്തും ഇംഗ്ലീഷ് ഭാഷയിലൂടെ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ജഗദീഷ് ബോസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സന്തതിയല്ല. തനിക്ക് പ്രവർത്തിക്കേണ്ടി വന്ന പരിതസ്ഥിതിയിൽ കഠിനമായി പ്രതിബന്ധങ്ങളെ ഉണ്ടായിട്ടും ഉയർന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇംഗ്ലീഷ് അറിയാത്തവർക്കും ബോസിനെ പോലെ ഉയർന്നു വരാൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നുണ്ട്. സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം. അധ്യയനം മാതൃഭാഷയിലൂടെയാവണം. കോടതികളിലെ വ്യവഹാര ഭാഷ സംസ്ഥാന ഭാഷയാകണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഗാന്ധിജി പറയുകയാണ് കോടതിയിലെ വ്യവഹാര ഭാഷ സംസ്ഥാന ഭാഷ. ഇന്നും നമ്മുടെ നാട്ടിൽ സംസ്ഥാന ഭാഷയാക്കണമെന്ന് പറഞ്ഞിട്ടും ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. നിയമസഭാ നടപടികളും സംസ്ഥാന ഭാഷകളിൽ തന്നെ വേണം. കേന്ദ്രത്തിൽ ഹിന്ദുസ്ഥാനി ആധിപത്യം വഹിക്കണം. ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ. ലോകത്തെ മികച്ച കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് അന്യഭാഷകളുടെ മുന്നിൽ അഭിമാനിക്കാൻ വകയുള്ളതായി നാട്ടുഭാഷകൾ മാറണം. ഇത്തരം ആശയങ്ങളാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഭാഷയും ആ സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും അവരുടെ മാതൃഭാഷ വളരെ പ്രാധാന്യമുള്ളതാണ്. ഓരോ ഭാഷയും സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ ഭാഷയിലൂടെയാണ് മനുഷ്യ ചരിത്രം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വള്ളത്തോളെല്ലാം പെറ്റമ്മയും മാതൃഭാഷയും ഒന്നാണ് എന്നൊരു ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാതൃഭാഷ നമ്മുടെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. മാതൃഭാഷയിലൂടെ അല്ലാതെ അധ്യയനം ഒരു ദേശീയ ദുരന്തമാണെന്ന് ഗാന്ധിജി പറയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കവിയും ഏതൊരാൾക്കും എന്ന് തുടങ്ങുന്ന വള്ളത്തോളിൻ്റെ വരികൾ നമുക്ക് ഗാന്ധിജിയുടെ ഈ ആശയങ്ങളുമായി താരതമ്യം ചെയ്ത് പറയാവുന്ന ചോദ്യമാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ മലയാളത്തിന് A+ ലഭിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഒരു പുതിയ അധ്യായവുമായി അടുത്ത് തന്നെ കാണാം. താങ്ക് യു.